ലാഹൗസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് പൾസർ സുനിക്ക് അവസാനമായി സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. പൾസർ സുനി ഇനി പുറത്തിറങ്ങുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? കേസ് തേച്ച് മായ്ച്ച് കളയുമോ, അതല്ലെങ്കിൽ ഇതിൻ്റെ സാക്ഷി വിസ്താരത്തെ ബാധിക്കുമോ? നടി ആക്രമിച്ച കേസ് പ്രതികളെ വെറുതെ വിടാൻ പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ചത് കാരണമാകുമോ? അങ്ങനെയുള്ള കാര്യമൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത്. ഏതായാലും ഇന്നു മുതൽ ഇതിൻ്റെ ചർച്ച സജീവമായി നടക്കുന്നുണ്ട്. പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ചതോടുകൂടി പൾസർ സുനി കൊല്ലപ്പെടും, അതല്ലെങ്കിൽ പൾസർ സുനി നൽകിയിരിക്കുന്ന സുപ്രധാനമായ തെളിവുകൾ അത് പുറത്തെത്തിയാൽ അത് മാറ്റി പറയിപ്പിക്കുന്ന നടപടി ഉണ്ടാകും, പ്രതികൾക്ക് ഉപകാരമാകും, പ്രോസിക്യൂഷൻ കേസിനെ തകർക്കാൻ ഇത് കാരണമാകുമെന്നൊക്കെയാണ് പ്രധാനമായ വെല്ലുവിളികളായിട്ട് ഉയർത്തി കാണിക്കുന്നത്. ഇതൊക്കെ ശരിയാണോ എന്നുകൂടി നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നുണ്ട്. ഒരു പ്രതിക്ക് ജാമ്യം അനുവദിക്കുക എന്ന് പറയുന്നത് അത് അത്ര പ്രധാനപ്പെട്ട കാര്യമല്ല. സുപ്രീം കോടതി ഏറ്റവും അവസാനമായി ജാമ്യമാണ് നിയമം എന്നുള്ളത് പല പ്രാവശ്യം പറഞ്ഞു. ഒരാവർത്തി ഏറ്റവും അവസാനമായി കഴിഞ്ഞ ആഴ്ച തന്നെ അത് ഓർമ്മിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. അതായത് ഒരു പ്രതിക്ക് ജാമ്യം നൽകുക എന്ന് പറയുന്നത് അതൊരു കേസിനെ ഒരു കാരണവശാലും ബാധിക്കാത്ത കാര്യമാണ്. അതിൻ്റെ ആവശ്യമായ നിർദ്ദേശങ്ങളും അതിനാവശ്യമായ കൃത്യമായ കണ്ടീഷനോട് കൂടിയിട്ടാണ് ഒരു പ്രതിക്ക് ജാമ്യം അനുവദിക്കുന്നത്. ജാമ്യം അനുവദിക്കുന്നത് ഇതാദ്യമായിട്ടൊന്നുമല്ല. കൊലപാതക കേസുകളിലും അതല്ലെങ്കിൽ വളരെ സുപ്രധാനമായ കേസുകളിലൊക്കെ ഇതുപോലെ ജാമ്യം അനുവദിക്കുന്നുണ്ട്. വിചാരണ പൂർത്തിയായാൽ പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ ജയിലിലേക്ക് തിരിച്ചു പോകുന്ന സാഹചര്യവും ഉണ്ടാകും. അപ്പോൾ ജാമ്യം കൊടുക്കുക എന്ന് പറയുന്നത് അതെന്തോ വലിയ അപരാധം സംഭവിച്ചു, അതല്ലെങ്കിൽ നാളെ പൾസർ സുനിയുടെ ജാമ്യം ലഭിച്ചു കഴിഞ്ഞാൽ ഈ കേസിനെ മോശമായി ബാധിക്കുമെന്നൊക്കെ പറയുന്നത് അത് ഈ ഒരു അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ അതിൽ അത്രമാത്രം പ്രാധാന്യമില്ല. ഇനി കേസിനെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ പൾസർ സുനിയോ അതല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ അത് പോലീസിന്, പ്രോസിക്യൂഷന് കോടതിയെ സമീപിക്കാനും കോടതിയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചാൽ ഈ ജാമ്യം റദ്ദ് ചെയ്ത് പൾസർ സുനി വീണ്ടും ജയിലിലേക്ക് പോകുന്ന സാഹചര്യം വരെ ഉണ്ടാകും. കഴിഞ്ഞ 7 വർഷമായി അദ്ദേഹം ജയിലിലാണ്. അതിനിടയിൽ ഒരു തവണയാണ് അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ പിതാവ് 2023 മരണപ്പെട്ട സമയത്ത് അന്ത്യകർമ്മങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 4 മണിക്ക് ഉപാധികളോടെയാണ് താൽക്കാലിക ജാമ്യം നൽകിയിരുന്നത്. അത് വിചാരണ കോടതി തന്നെയാണ് ജാമ്യം അനുവദിച്ചിരുന്നത്. പിന്നീട് പൾസർ സുനി പല പ്രാവശ്യങ്ങളായി കേരള ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ കൊടുത്തു. ഏകദേശം 12ഓളം ജാമ്യാപേക്ഷകൾ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും അവസാനം കേരള ഹൈക്കോടതി നിരന്തരമായി ജാമ്യാപേക്ഷ, അതായത് ഒരു ജാമ്യം തള്ളി പിന്നീട് 3 ദിവസം യാതൊരുവിധ സർക്കംസ്റ്റാൻസിൽ മാറ്റം വരാതെ, സാഹചര്യങ്ങൾ മാറ്റം വരാതെ അതേ കാരണം ചൂണ്ടിക്കാട്ടിയിട്ട് ജാമ്യാപേക്ഷ കൊടുത്തപ്പോൾ 25,000 രൂപ ഫൈൻ അടക്കാൻ വേണ്ടിയിട്ട് പൾസർ സുനിയോട് കോടതി കൽപ്പിച്ചിരുന്നു. അതിനുശേഷമാണ് പൾസർ സുനി ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ സമീപിച്ചത്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ തന്നെ ഇത് 3ാമത്തെ തവണയാണ് പൾസർ സുനിയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കപ്പെടുന്നത്. സുപ്രീം കോടതി ഈ ജാമ്യാപേക്ഷ പരിഗണിക്കപ്പെടുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിചാരണ ആരംഭിച്ചിട്ട് ഏകദേശം 7 വർഷത്തിൻ്റെ അധികമായി. അപ്പോൾ ഇങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ ഇതിൻ്റെ വിചാരണ അനന്തമായി നീണ്ടുപോകുന്ന ഒരു സാഹചര്യം, ഒരു പ്രതിയെ വിചാരണ തടവുകാരനാക്കി കോടതി ജാമ്യം നൽകാതിരിക്കുന്നതിന് ഒരു പരിധിയൊക്കെയുണ്ട്. മനുഷ്യാവകാശങ്ങളും അതോടൊപ്പം തന്നെ പ്രതിക്ക് നൽകേണ്ട ചില അവകാശങ്ങളൊക്കെ ഇവിടെ നിയമപരമായി ഉണ്ടാകുന്ന സാഹചര്യത്തിൽ തന്നെ ഈ ഒരു കേസിൽ ഇത്രയും കാലം അദ്ദേഹത്തെ ജയിലിൽ അടച്ചിട്ടു. 3ഓ 4ഓ തവണ സുപ്രീം കോടതി തന്നെ ഈ ഒരു ടൈം പീരീഡിനകം ഇതിന്റെ വിചാരണ പൂർത്തിയാക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു വിചാരണ പൂർത്തിയാക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ സുപ്രീം കോടതിക്ക് ഈ ഒരു ഘട്ടത്തിൽ ജാമ്യം അനുവദിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ ഒരു തെറ്റായി നമുക്കൊന്നും കാണാൻ സാധിക്കില്ല. പക്ഷെ എന്താണ് ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് പരിശോധിക്കുമ്പോൾ ഒരു പീഡന പരാതി, അതായത് 376 IPC പ്രകാരമുള്ള ഒരു കേസാണ് ഇപ്പോൾ വിചാരണ നടക്കുന്നത്. ഈ വിചാരണയിൽ ഏകദേശം 261 സാക്ഷികളെയാണ് പ്രോസിക്യൂഷൻ വിസ്തരിച്ചിരിക്കുന്നത്. അത്യപൂർവമായ ഒരു കേസ് തന്നെയാണ് ഇത്. സാധാരണ ഒരു 376-ൽ ഒരു 50ഓ അതല്ലെങ്കിൽ 60ഓ സാക്ഷികളെ മാത്രമാണ് പരമാവധി വിസ്തരിക്കാറുള്ളൂ. പക്ഷേ ഇതിൽ 120B എന്ന് പറയുന്ന ക്രിമിനൽ കോൺസ്പിറസിയാണ് 8ാം പ്രതിയായ ദിലീപിനെതിരെയുള്ളത്. അപ്പോൾ 8ാം പ്രതിയായ ദിലീപിനെതിരെ ഇങ്ങനെ ഒരു കോൺസ്പിറസി പ്രൂവ് ചെയ്യണമെങ്കിൽ, 120B പ്രൂവ് ചെയ്യണമെങ്കിൽ നിർബന്ധമായിട്ടും ഒരുപാട് സാക്ഷി വിസ്താരങ്ങൾ നടത്തേണ്ടതുണ്ട്. അതായത് ആ ഒരു ഗൂഢാലോചന നടത്തിയ ലിങ്ക് കംപ്ലീറ്റ് ആയെങ്കിൽ മാത്രമാണ് ദിലീപിന് അതിൽ ശിക്ഷിക്കപ്പെടാൻ സാധിക്കുകയുള്ളൂ. ദിലീപ് നേരിട്ട് ക്രൈമിലേക്ക് ഇൻവോൾവ് ചെയ്ത ഒരാളല്ല, അതല്ലെങ്കിൽ ഈ ഒരു ക്രൈം സീനിലൊന്നും ദിലീപിനെ കാണുന്നില്ല. പക്ഷേ ഈ ഒരു പ്രതികളുമായി ബന്ധപ്പെട്ട് ദിലീപിൻ്റെ കണക്ഷനും അതിന് മുൻപ് അവർ കോൺസ്പിറസി നടത്തിയതിൻ്റെ തെളിവുകൾ, കോൾ ഹിസ്റ്ററികൾ, ലൊക്കേഷൻ, അങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങൾ ഒരു ഡിജിറ്റൽ എവിഡൻസിലൂടെ മാത്രം തെളിയിക്കാൻ സാധിക്കുന്ന
അത്യപൂർവം പ്രയാസകരമായ ഒരു കേസാണ് 120B എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ദിലീപിനെതിരെ 120B തെളിയിക്കുക എന്ന് പറയുന്നത് പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രതിസന്ധിയാണ്. അതല്ലെങ്കിൽ അത് തെളിയിക്കപ്പെടാതെ പോയാൽ നാളെ വലിയ ചീത്തപ്പേരായി മാറുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അതിന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം 261 സാക്ഷികളെ വിസ്തരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാക്ഷികളെ കോടതിയിൽ വിസ്തരിക്കുക എന്ന് പറയുമ്പോൾ ദിലീപിന് വേണ്ടിയിട്ട് പ്രഗത്ഭനായ ഒരു അഭിഭാഷകൻ വരുന്നുണ്ട്. അദ്ദേഹത്തിന് കോടതിയിൽ നിരവധി കാര്യങ്ങൾ ചോദിക്കാനുണ്ടാകും. ഒരുപക്ഷെ 120Bയിൽ മാത്രമാണ് ദിലീപ് പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ളത് എങ്കിൽ പോലും മറ്റു കേസുകൾ തെളിയിക്കപ്പെടുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ 120B കൂടി തെളിയിക്കപ്പെടുന്ന സാഹചര്യം വന്നാൽ ദിലീപ് ആ കേസിലൊക്കെ ശിക്ഷ ഏറ്റുവാങ്ങാൻ ദിലീപ് സ്വാഭാവികമായിട്ട് നിർബന്ധിതനാവും. അങ്ങനെ വരുമ്പോൾ ദിലീപിന്റെ അഭിഭാഷകൻ മറ്റുള്ള ക്രൈം കൂടി, അതായത് 376 ആയിട്ട് മറ്റു ഒഫൻസുകൾ ഉൾപ്പെടെ കാര്യങ്ങളിൽ വിചാരണയ്ക്ക് എടുത്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഏകദേശം 261 സാക്ഷികളെ വിസ്തരിക്കുന്നു. അതിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെ തന്നെ വിസ്തരിച്ചിരിക്കുന്നത് 87 ദിവസങ്ങളാണ്. 87 ദിവസം എന്ന് പറയുമ്പോൾ 2024 ഫെബ്രുവരിയിൽ ആരംഭിച്ച വിസ്താരം ഏകദേശം ജൂലൈ മാസത്തിലൊക്കെയാണ് അവസാനിച്ചിരിക്കുന്നത്. അത്രയും ദിവസങ്ങൾ ഈ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെ വിസ്തരിച്ചിട്ടുണ്ട്. 1500 പേജുകൾ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു സൂചന കിട്ടും. അതായത് ഒരു സാക്ഷി വിസ്തരിച്ചത് അത്ര സമയം എടുത്തിട്ടുണ്ട് എങ്കിൽ 261 നേരിട്ട് കണ്ട വിറ്റ്നസ് ഉണ്ട്, പിന്നെ അതോടൊപ്പം തന്നെ ഹിയർസേ ആയിരിക്കുന്ന വിറ്റ്നസ് ഉണ്ട്, ഇതിലെ പരാതിക്കാരിയുണ്ട്. അപ്പോൾ ഇത്രയും ആളുകളൊക്കെ വിസ്തരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു 7.5 വർഷം എടുത്തു എന്ന് പറയുന്നതിൽ അത്ഭുതമൊന്നും പറയാനില്ല. അതിൻ്റെ കാരണം ഒരു സാധാരണക്കാരൻ പ്രതിയായ കേസാണ് എങ്കിൽ ഒരു 3 മാസം കൊണ്ട് വിസ്താരം പൂർത്തിയാക്കേണ്ട കേസാണ്. പക്ഷേ ഇതിൽ പ്രഗത്ഭരായ ആളുകളാണ് ഇതിൻ്റെ പ്രതിസ്ഥാനത്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ചില ഹർജിയുമായി സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ഒക്കെയായി പ്രതിഭാഗം പോകും. അതായത് ഒരു ചോദ്യം നിഷേധിച്ചാൽ, കോടതി ഒരു പ്രൊസീഡിങ്സ് തടസ്സപ്പെടുത്തിയാൽ, അതല്ലെങ്കിൽ പ്രതിഭാഗം എന്തെങ്കിലും ഒരു അപേക്ഷ കൊടുത്തു, CCTV ദൃശ്യങ്ങൾ ലഭിക്കണം, അതല്ലെങ്കിൽ ക്യാമറ ദൃശ്യങ്ങൾ ലഭിക്കണം, അപ്പോൾ അത് കോടതി നൽകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതിന് നേരെ ഹൈക്കോടതിയിൽ പോകും. ഹൈക്കോടതി ഇത് സ്റ്റേ ചെയ്യും. പിന്നീട് ഹൈക്കോടതി തള്ളുന്ന സാഹചര്യം വന്നാൽ സുപ്രീം കോടതിയിൽ പോകും. അങ്ങനെ അനന്തമായി നിരവധി പെറ്റീഷനുകളുമായി ഇതിൻ്റെ പിറകെ തന്നെ പ്രതിഭാഗം പോകുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിൽ സാമ്പത്തിക സ്രോതസ് ഒരു കാര്യമാണ്. കാരണം തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ സുപ്രീം കോടതി വരെ പോകണമെങ്കിൽ കോടിക്കണക്കിന് രൂപ കയ്യിൽ വേണം. അതിന് ഇവിടെ പ്രതിഭാഗത്തിന് സാധിക്കുന്നുണ്ട് എന്നുള്ളതൊരു സത്യമാണ്. അപ്പോൾ ഇതൊക്കെ കൂടിച്ചേരുന്ന സമയത്ത് കേസ് അനന്തമായി നീണ്ടുപോയി. പക്ഷേ ഇപ്പോൾ എത്തി നിൽക്കുന്നത് പ്രോസിക്യൂഷൻ വിസ്താരം പൂർത്തിയായിട്ടുണ്ട്. ഏകദേശം 261 സാക്ഷികളെ വിസ്തരിച്ചു. ഇനി നടക്കാനിരിക്കുന്നത് പ്രതിഭാഗത്തിന്റെ ഭാഗത്ത് നിന്ന് വല്ല ഡിഫൻസ് എവിഡൻസ് ഹാജരാക്കാനുണ്ടോ, അത് കഴിഞ്ഞതിന് ശേഷം ഒരു 313 എന്ന് പറയുന്ന CRPC വകുപ്പ് പ്രകാരമുള്ള പ്രതികളോട് ചോദ്യം ചോദിക്കുന്ന ഘട്ടം, പിന്നീട് ഒരു ഹിയറിംഗ്, പിന്നീട് ഒരു വിധി പറയൽ. ഇത്രയും കാര്യങ്ങളാണ് ഇനി ബാക്കിയുള്ളത്. ഇത് ഇത്രയും വലിയൊരു കേസായതുകൊണ്ട് തന്നെ പ്രതിഭാഗം ഇനി എന്തൊക്കെ സാക്ഷികളെയാണ് കൊണ്ടുവരാൻ കാത്തിരിക്കുന്നത് എന്ന് നമുക്കറിയില്ല. അവർ വലിയ രീതിയിലുള്ള സാക്ഷികളെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ 1 വർഷം അതല്ലെങ്കിൽ 2 വർഷം അങ്ങനെയും നീണ്ടുപോകും. ഇനി ഏതെങ്കിലും സാക്ഷികളെ കൊണ്ടുവന്നു, കോടതി അത് പരിഗണിക്കുന്നില്ല എങ്കിൽ അതിനെതിരെ പെറ്റീഷനോ അതല്ലെങ്കിൽ അപ്പീലൊക്കെ ആയിട്ട് അവർ സുപ്രീം കോടതി വരെ പോകുന്നുണ്ട് എങ്കിൽ വീണ്ടും സമയം നീണ്ടുപോകും. അതിൻ്റെ കൂട്ടത്തിലാണ് കോടതി ഇത്രമാത്രം സാക്ഷി വിസ്താരം പൂർത്തിയായ ഒരു കേസിൽ ഒരു 313 പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് ഒരുപാട് ദിവസങ്ങൾ എടുക്കുന്ന ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ കോടതിക്ക് ഓരോ പ്രതികളുടെ ഇൻവോൾവ്മെന്റിലും ഓരോ സാക്ഷികൾ പറഞ്ഞ കാര്യങ്ങൾ എടുത്ത് അവരോട് ചോദിക്കണം. ഒന്നാം സാക്ഷി നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഈ കേസിലെ 265 സാക്ഷികളും ഓരോ പ്രതികളെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ അത് ശരിയാണോ എന്ന് ചോദിച്ച് പ്രതിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു അഭിപ്രായം കൂടി രേഖപ്പെടുത്തുമ്പോഴാണ് 313 പൂർണ്ണമാകുന്നത്. അപ്പോൾ 313 ഒരു അനന്തമായി നീളുമെന്ന കാര്യത്തിൽ, അതായത് 1-2 ദിവസം കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന കാര്യമായിരിക്കില്ല. പിന്നീടാണ് ഹിയറിംഗിലേക്ക് വരുന്നത്. ഹിയറിംഗും ഒരുപാട് നീണ്ടുപോകുമെന്ന കാര്യത്തിലും തർക്കമില്ല. അപ്പോൾ ഇതൊക്കെ പരിഗണിക്കുമ്പോൾ സുപ്രീം കോടതി കണ്ടു ജാമ്യം നൽകുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് ഈ സമയത്ത് എന്നുള്ളത്. ഇനി ജാമ്യം ലഭിക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? കേസിനെ ഇത് മോശമായി ബാധിക്കുമോ, അതല്ലെങ്കിൽ പൾസർ സുനിക്ക് ഈ കേസ് അട്ടിമറിക്കാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യമാണ്. ഇവിടെ ജാമ്യം അനുവദിച്ചിരിക്കുന്ന സമയം വളരെ പ്രധാനമാണ്. അതായത് ഇനി പ്രതിഭാഗത്തോടുള്ള ചോദ്യമാണ് വരാനിരിക്കുന്നത്. പൾസർ സുനി ദിലീപുമായി കണക്ട് ചെയ്യുന്ന ഒരുപാട് എവിഡൻസിലെ ലിങ്കാണ്. അതായത് പൾസർ സുനി അയച്ച കത്തിൽ ദിലീപിൻ്റെ പേര് പരാമർശിക്കുന്നു. പൾസർ സുനി നൽകിയിരിക്കുന്ന ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ ദിലീപിനെതിരാണ്. അപ്പോൾ ഇനി കോടതി പൾസർ സുനിയോട് ചോദിക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾ, ആ ചോദ്യത്തിലൊക്കെ കൃത്യമായ ഉത്തരം പറയാൻ പൾസർ സുനിയെ പഠിപ്പിക്കാൻ വേണമെങ്കിൽ പൾസർ സുനിയുടെ അഭിഭാഷകന് സാധിക്കും.
നിലവിൽ പൾസർ സുനി ജയിലിലാണെന്ന് കരുതുക. സ്വാഭാവികമായിട്ടും 313 പൾസർ സുനി സ്വതന്ത്രമായി മാത്രമാണ് ഉത്തരം പറയാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ അങ്ങനെയല്ല. പൾസർ സുനിയെ കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ച് കോടതി ചോദിക്കുന്ന ചോദ്യത്തിന് തന്ത്രപരമായ ഉത്തരങ്ങൾ പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ ജാമ്യം അനുവദിച്ചത് കൊണ്ടുണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്, പൾസർ സുനിയെ അപായപ്പെടുത്തുമോ? അങ്ങനെ പൾസർ സുനിയെ വധിച്ചതുകൊണ്ട് ആർക്കാണ് പ്രയോജനം? ഒന്നാം പ്രതിയായി പൾസർ സുനിയുണ്ട്. പൾസർ സുനിക്കെതിരെയുള്ള സാക്ഷി വിസ്താരമൊക്കെ പൂർത്തിയായി. ഇനി പൾസർ സുനിയെ ശിക്ഷിക്കുകയാണ് എങ്കിൽ അദ്ദേഹം ജയിലിലേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ പൾസർ സുനി ആരെങ്കിലും വധിക്കുമോ എന്ന് ചോദിച്ചാൽ ഞാൻ അത് വിശ്വസിക്കുന്നില്ല. പൾസർ സുനിയെ ഈ ഒരു ഘട്ടത്തിൽ വധിച്ചത് കൊണ്ട് ഈ കേസിന് ഒരിക്കലും ഗുണമോ ദോഷമോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. അപ്പോൾ ഇത്രയൊക്കെയാണ്. പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ചത് കൊണ്ട് പൾസർ സുനിക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ 8ാം പ്രതിയായ ദിലീപിന് ഇതിൻ്റെ ഗുണമുണ്ടാക്കാൻ സാധിക്കുമോ എന്നുള്ള ഒരു ഗവേഷണം നടക്കാൻ സാധ്യതയുണ്ട്. അത് 313 CRPC പ്രകാരമുള്ള ചോദ്യം ചെയ്യലിൽ പൾസർ സുനി നൽകുന്ന മറുപടികൾ ഒരുപക്ഷെ ദിലീപിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപകരിക്കുന്ന രീതിയിലുള്ള മറുപടികളാകാൻ സാധ്യത ഞാൻ കാണുന്നുണ്ട്. അത് ഇനി വരും ദിവസങ്ങൾ നമുക്ക് കാണാം. ഇനി ഇത് തടയാൻ ഈ ജാമ്യത്തിലെ ഉപാധികൾക്ക് സാധിക്കുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അതായത് പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ചു, സുപ്രീം കോടതി തീരുമാനമെടുക്കുമ്പോൾ അതിൻ്റെ ഉപാധികളൊന്നും സുപ്രീം കോടതി പറഞ്ഞിട്ടില്ല. പകരം വിചാരണ കോടതിക്ക് തീരുമാനിക്കാമെന്നുള്ളതാണ്. അപ്പോൾ വിചാരണ കോടതിക്ക് ദിലീപുമായി കാണരുത് എന്നോ അതല്ലെങ്കിൽ പൾസർ സുനി കേരളത്തിൽ പ്രവേശിക്കരുത് എന്നോ അങ്ങനെയൊക്കെ വേണമെങ്കിലൊക്കെ തീരുമാനമെടുക്കാം. പക്ഷേ അങ്ങനെ ഒരു ഉപാധി വെച്ചത് കൊണ്ടൊന്നും പൾസർ സുനി കേരളത്തിലേക്ക് വന്നില്ല എങ്കിലും 8ാം പ്രതിയുടെയോ അതല്ലെങ്കിൽ മറ്റുള്ള പ്രതികളുടെ ആളുകൾക്ക് പൾസർ സുനി താമസിക്കുന്നിടത്തേക്ക് പോകുന്നത് കൊണ്ട് ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പോൾ ഇനി ആ ഒരു ഉപാധികൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ അത് സ്വാഭാവികമായിട്ടും സാധിക്കില്ല. ഏത് തരത്തിലുള്ള ഉപാധികൾ വെച്ചാലും അതിനൊക്കെ മറികടക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പിന്നെ പക്ഷേ പോലീസ് കൃത്യമായ ജാഗ്രത ഉണ്ടാകും. അതായത് പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ച ആ നിമിഷം മുതൽ പൾസർ സുനിയുടെ ഓരോ മൂവ്മെൻറ്റുകൾ നിരീക്ഷിക്കാൻ പ്രോസിക്യൂഷൻ കൃത്യമായി തന്നെ പോലീസിനെ നിയമിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പൾസർ സുനിയുടെ കോളുകൾ റെക്കോർഡായിരിക്കും. പൾസർ സുനിയുടെ ഓരോ മൂവ്മെൻറ്റുകൾ അവർ നിരീക്ഷിക്കും. അതായത് പൾസർ സുനിയുടെ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചു എന്ന് അറിയുന്ന നിമിഷത്തിൽ തന്നെ വേണമെങ്കിൽ അവർക്ക് ബെയിൽ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് വിചാരണ കോടതിയെ സമീപിക്കാം. അത് കോടതിക്ക് ബോധ്യപ്പെടുകയും ചെയ്താൽ പൾസർ സുനിയുടെ ജാമ്യം ക്യാൻസൽ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ പ്രോസിക്യൂഷന് ഇനി ചെയ്യാൻ സാധിക്കുന്നത് ഈ ജാമ്യ വ്യവസ്ഥ പൾസർ സുനി ലംഘിക്കുന്നുണ്ടോ എന്നുള്ളത് നിരീക്ഷിക്കുക എന്ന് പറയുന്ന കാര്യം മാത്രമാണ്. അങ്ങനെ നിരീക്ഷിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ മധു കേസിലൊക്കെ പ്രതികളുടെ ജാമ്യം റദ്ദ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോസിക്യൂഷൻ ചെയ്ത് നമ്മളെല്ലാവരും കണ്ടതാണ്. അതായത് ജാമ്യ വ്യവസ്ഥ ലംഘിക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ പിന്നാലെ വേണമെങ്കിൽ പോകാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ വരും ദിവസങ്ങളിൽ പൾസർ സുനി ജാമ്യത്തിൽ ഇറങ്ങുന്ന സമയത്ത് എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കിക്കാണാം. ഈ കേസ് അത്യധികം സൂക്ഷ്മതയോട് കൂടിയിട്ടാണ് നമ്മുടെ നിയമലോകത്തുള്ള ആളുകൾ ഇതിനെ നിരീക്ഷിക്കുന്നത്, മാധ്യമ ലോകം നിരീക്ഷിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾ ഇതിൻ്റെ ഒരു വിധി എന്താകുമെന്നുള്ളത് അറിയാൻ വളരെ ജാഗ്രതയോട് കൂടിയിട്ടാണ് അവർ നോക്കിക്കാണുന്നത്. നിരപരാധികളാണ് എങ്കിൽ ശിക്ഷിക്കപ്പെടരുത്. ഇനി അവർ പ്രതികളാണ്, അവർ കുറ്റം ചെയ്തിട്ടുണ്ട് എങ്കിൽ അവർ ശിക്ഷിക്കപ്പെടുകയും വേണം. നമ്മളൊരു നിരപരാധിയെ പിടിച്ച് അവൻ പ്രതിയാണ് എന്ന് വിചാരണ പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ ഉറപ്പിക്കുന്നത് ശരിയുമല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിരവധി സംശയങ്ങൾ നിങ്ങൾക്കുണ്ടാകാം. അതൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് വീണ്ടും വീഡിയോയിലൂടെ കാണാം.